ഹലോ എവ്രി വൺ, കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ലെവലിംഗ് എന്നുള്ള പോർഷൻസും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസും അതുപോലെ ലെവലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന 2-3 മെത്തേഡ്സും നമ്മൾ പഠിച്ചു. സോ ഈ ഒരു സെഷനിലും ലെവലിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. സോ വെൽക്കം. ലെവലിംഗ് എന്താണെന്നും ലെവലിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസും ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സോ ടുഡേ ലെറ്റ് us ലേൺ അബൌട്ട് വാട്ട് ഈസ് എ റെഡ്യൂസ്ഡ് ലെവൽ. എലിവേഷൻ എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. സോ ദ എലിവേഷൻ ഓഫ് എ പോയിന്റ് ഈസ് ഇറ്റ്സ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എബവ് ഓർ ബിലോ ദി ഡാറ്റം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ്യൂസ്ഡ് ലെവൽ. ഒരു ഡാറ്റത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എലിവേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡാറ്റത്തിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് എലിവേഷൻ എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഈ എലിവേഷനെ തന്നെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്നുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. സോ ദ എലിവേഷൻ ഓഫ് ദ പോയിന്റ് ക്യാൻ ബി എ പ്ലസ് ഓർ മൈനസ് അക്കോർഡിംഗ് ടു ദ പോയിന്റ് ഈസ് എബവ് ഓർ ബിലോ ദി ഡാറ്റം. ഡാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ റെഫറൻസ് പോയിന്റ് ആണ് ഈ ഡാറ്റം. ഡാറ്റത്തിൽ നിന്ന് എടുക്കുന്ന എലിവേഷൻ ഇറ്റ് ക്യാൻ ബി എയ്തർ എ പോസിറ്റീവ് വാല്യൂ ഓർ ഇറ്റ് ക്യാൻ ബി എ നെഗറ്റീവ് വാല്യൂ. പ്ലസ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റത്തിൻ്റെ മുകളിലേക്ക് എടുക്കുന്ന എലിവേഷൻ എപ്പോഴും പോസിറ്റീവും, ഡാറ്റത്തിൽ നിന്ന് ബിലോയിലേക്കാണ് എലിവേഷൻ നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി ഓർ എ നെഗറ്റീവ് വാല്യൂ. Now let us note what is a booking of level. ഓൾറെഡി നമ്മൾ ഫീൽഡ് ബുക്ക് എന്താണെന്ന് പഠിച്ചു. സർവേയിലും അതുപോലെ ലെവലിംഗ് ചെയിൻ സർവേയിലും അതുപോലെ ലെവലിങ്ങിലും ഫീൽഡ് ബുക്ക് എന്നുള്ളത് എന്താണെന്ന് നമ്മൾ നോക്കിയതാണ്. അതായത് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സർവേ സ്റ്റേഷൻസിലേക്ക് നമ്മൾ സർവേ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെയുള്ള മെഷർമെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്ന ഒരു book having a particular measurement or having a particular size ആണ് ഫീൽഡ് ബുക്ക് എന്നുള്ളത്. സോ ഈ ഫീൽഡ് ബുക്കിൽ നമ്മൾ അവിടുന്ന് എടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ അവിടുന്ന് മെഷർ ചെയ്തെടുക്കുന്ന വാല്യൂസ് ഫീഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബുക്കിംഗ് ഓഫ് ലെവൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ റെക്കോർഡിംഗ് ഓർ ദ ഫീഡിംഗ് ഓർ റൈറ്റിംഗ് ഓർ നോട്ടിംഗ് ദി മെഷർമെൻറ്റ്സ് taken from the field of survey is called as a booking of level. So it refers to the process of finding the elevations of unknown and known points on or below the earth surface and recording it in the field book. നമ്മൾ എടുക്കുന്ന എലിവേഷൻസ് ആവാം, അതായത് റെഡ്യൂസ്ഡ് ലെവൽസ് ആവാം, ഫോർ സൈഡ് റീഡിങ്സ് ആവാം, ബാക്ക് സൈഡ് റീഡിങ്സ് ആവാം, ഇൻ്റർമീഡിയറ്റ് സൈഡ്സ് ആവാം, അല്ലെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന സ്റ്റേഷൻ പോയിന്റ്സ് ആവാം. ഇത്തരത്തിലുള്ള എല്ലാ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പോയിന്റ്സിനെയും റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഫീൽഡ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബുക്കിംഗ് ഓഫ് ലെവൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Now let us see what is reduction of levels. So reduction of levels എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള റെഡ്യൂസ്ഡ് ലെവൽസിനെ നമ്മൾ മെഷർ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് റിഡക്ഷൻ ഓഫ് ലെവൽസ്. അതായത് നമ്മൾ ഓരോ എലിവേഷൻസും കണ്ടുപിടിച്ചു, ഇൻ്റർമീഡിയറ്റ് സൈഡ്സ്, ഫോർ സൈഡ് റീഡിങ്സ്, ബാക്ക് സൈഡ് റീഡിങ്സ്, ഇതെല്ലാം നമുക്ക് സ്റ്റാഫ് വെച്ചിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻസും കൂടി ഉപയോഗിച്ച് അവിടുന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. സോ അതിൻ്റെ ഫർദർ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ആണ് റിഡക്ഷൻ ഓഫ് ലെവൽസ്. സോ ദ റിഡക്ഷൻ ഓഫ് ലെവൽസ് ക്യാൻ ബി അണ്ടർടേക്കൺ ബൈ യൂസിങ് 2 methods or 2 systems. The first one is the Collimation system and the second one is rise and fall system. Collimation system is otherwise called as height system or height of instrument method. യൂഷ്വലി കോളിമേഷൻ സിസ്റ്റം വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആൻഡ് വി യൂസ് ഇറ്റ് for the measurement of reduction levels or reduced levels. റൈസ് ആൻഡ് ഫാൾ സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ദ കോളിമേഷൻ സിസ്റ്റം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസിയർ മെത്തേഡാണ്. നൗ ലെറ്റ് us see
the collimation system in detail. The collimation system is also called as height of instrument method. It consists of finding the elevation of plane of collimation for every setup of instrument and then obtaining the reduced levels of the points with reference to the respective plane of collimation. ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേഷൻ പോയിന്റ്സ് ഓൾറെഡി നമ്മൾ സ്റ്റാഫ്സ് വെച്ചിട്ട് ഫിക്സ് ചെയ്യും. അതായത് നമ്മൾ 4-5 സ്റ്റേഷൻസ് നമ്മൾ എടുക്കും. അതിൽ ഫസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ ഇൻസ്ട്രുമെന്റ് പ്ലേസ് ചെയ്യും. അവിടുന്ന് നമ്മൾ റീഡിങ്സ് എടുക്കും. പിന്നീട് നെക്സ്റ്റ് ഒരു സ്റ്റേഷനിലേക്ക് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യും. ആ ഒരു സ്റ്റേഷനിൽ നിന്നും പിന്നെയും ബാക്ക് സൈഡ്, ഫോർ സൈഡ്, ഇന്റർമീഡിയറ്റ് സൈഡ്സ് പിന്നെയും മെഷർ ചെയ്യും. അവിടെ നിന്ന് പിന്നെയും ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് ദ കോളിമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അവിടെയുള്ള ഹൈറ്റ് ഓഫ് ഓരോ സ്റ്റേഷനിലും നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇൻസ്ട്രുമെന്റിൻ്റെ ഹൈറ്റ് എത്രയെന്ന് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷമാണ് അവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ എലിവേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ let us learn the step of that method. Here the elevation of the plane of collimation for the first setup of the level is determined. How it is determined? എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കുക? It is determined by adding the backside to the reduced level of benchmark. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ അവിടെ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സൈറ്റാണ് ബാക്ക് സൈറ്റ്. ഈ ബാക്ക് സൈറ്റിന്റെ കൂടെ അവിടുത്തെ നോൺ എലിവേഷൻ, അതായത് ബെഞ്ച് മാർക്കിലുള്ള റെഡ്യൂസ്ഡ് ലെവൽ, ഇറ്റ് വിൽ ബി ഓൾറെഡി നോൺ. ഈ നോൺ വാല്യൂവിൻ്റെ കൂടെ അവിടുത്തെ ബാക്ക് സൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള പ്ലെയിൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് നമുക്ക് കിട്ടും. പ്ലെയിൻ ഓഫ് കോളിമേഷൻ അതർവൈസ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആർ ദ സെയിം ടേംസ്. രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്, അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. Okay, now the reduced level of the intermediate points and the first change point are then obtained by subtracting the staff readings taken to these points from the elevation of the plane of collimation. പിന്നീട് ഓരോ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിലെയും റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെയുള്ള ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്ത് കഴിഞ്ഞ് അവിടുത്തെ ഫോർ സൈറ്റിനെയോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈറ്റിനെയോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ കിട്ടും. ഇങ്ങനെ when the instrument is shifted to the second position, a new plane of collimation is set up. അതിനുശേഷം ആ ഒരു പോയിന്റിൽ റെഡ്യൂസ്ഡ് ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെയുള്ള ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഡിറ്റർമൈൻ ചെയ്യും. പിന്നീട് അവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് കോളിമേഷൻ ഡിറ്റർമൈൻ ചെയ്യും. അങ്ങനെ റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ കണ്ടുപിടിക്കും. നൗ ദ ലെവൽസ് ഓഫ് ടു പ്ലെയിൻസ് ഓഫ് കോളിമേഷൻ ആർ കോറിലേറ്റഡ് ബൈ മീൻസ് ഓഫ് ബാക്ക് സൈഡ് ആൻഡ് ഫോർ സൈഡ് ടേക്കൺ ഓൺ ദ ചേഞ്ച് പോയിന്റ്. ഇങ്ങനെ നമ്മൾ സ്റ്റേഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ചേഞ്ച് പോയിന്റ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനെയാണ് ചേഞ്ച് പോയിന്റ് എന്ന് വിളിക്കുന്നത്. Now the elevation of these points is obtained by adding other new backsides taken on the change point from the second position of the level to the reduced level of first change point, and the reduced level of successive points and the second change point are found by subtracting their staff readings from the elevation of this plane of collimation. Now the process is repeated until all the reduced levels are worked out. അതായത് ഓരോ സ്റ്റേഷനിലേക്കും നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അറ്റ് ലാസ്റ്റ് നമ്മളുടെ ഏത് സ്റ്റേഷനാണോ വേണ്ടേ ആ സ്റ്റേഷൻ വരെ നമ്മളുടെ ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോകുന്നതാണ്. അവിടെയുള്ള ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം ഫോർ സൈറ്റോ ബാക്ക് സൈറ്റോ ആഡപ്പ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കും. എത്രത്തോളം സ്റ്റേഷൻസ് നമുക്കുണ്ടോ അത്രത്തോളം സ്റ്റേഷൻസിൽ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നൗ ദ അരിതമാറ്റിക് ചെക്ക്. ഈ ഒരു കാൽക്കുലേഷൻ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തത് ശരിയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് arithmetic check. Here the sigma backside minus or the summation of backside minus the summation of foresight must be equal to the last reduced level minus the first reduced level. Left side is equal to right side in answer കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം our work done. Okay,
നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. ദാറ്റ് ദ സൊല്യൂഷൻ ഈസ് പെർഫെക്റ്റ്. നൗ ലെറ്റ് us see one problem. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഇതേവരെ PSC ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം ഇത്രയും വലിയൊരു ടേബിൾ തന്ന് ഇത്രയും സ്റ്റേജൻസിൽ റീഡിങ്സ് തന്ന് ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡ് കണ്ടക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ സ്റ്റെപ്സ് നമുക്ക് അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് ബാക്ക് സൈഡ് റീഡിങ്സ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇൻ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഓരോ സ്റ്റെപ്സും ബ്രേക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലെവൽ കിട്ടുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എയിൽ നമ്മൾ കൊണ്ടുവയ്ക്കും. അവിടെ നിന്ന് എടുക്കുന്ന ഫസ്റ്റ് റീഡിംഗ് ആണ് ഈ ബാക്ക് സൈറ്റ് അല്ലെങ്കിൽ 0.865 എന്നുള്ളത് നമ്മൾ അവിടെ കൊണ്ടേ വെക്കുമ്പോൾ എടുക്കുന്ന ഫസ്റ്റ് റീഡിംഗ് ആണ്. പിന്നെ അവിടുത്തെ ബെഞ്ച് മാർക്ക്, അതായത് നോൺ എലിവേഷൻ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ബെഞ്ച് മാർക്ക്. ഈ ബെഞ്ച് മാർക്കിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ഈ ബെഞ്ച് മാർക്കിന്റെ എലിവേഷൻ ഓൾറെഡി നോൺ ആയിരിക്കും. അതാണ് 560.500. ഈ കിട്ടുന്ന വാല്യൂ, അതായത് ഈ റെഡ്യൂസ്ഡ് ലെവലിൻ്റെ കൂടെ നമ്മുടെ ഇവിടുത്തെ ബാക്ക് സൈറ്റ് ആഡപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള 561.365 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മൾ ഫോർസൈറ്റ് മുൻപിലോട്ട് എടുക്കുന്ന റീഡിംഗ് ആണ് ഈ ഫോർസൈറ്റ് 2.105. ഈ തന്നിരിക്കുന്ന 2.105 ഇവിടുത്തെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് കിട്ടും. ഓക്കെ, ഈ കിട്ടുന്ന റെഡ്യൂസ്ഡ് ലെവലാണ് 559.260. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ബാക്ക് സൈഡ് റീഡിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ ബാക്ക് സൈഡ് റീഡിങ്ങിനെ ഇവിടുത്തെ റെഡ്യൂസ്ഡ് ലെവലിൻ്റെ കൂടെ ആഡപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ സി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷൻ കൺസിഡർ ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ റീഡിംഗ് കിട്ടും. ആ ഒരു റീഡിങ്ങിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് റീഡിംഗ് ആയി കൺസിഡർ ചെയ്യും. ഈ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് റീഡിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഈ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഈ ഒരു പോയിന്റിനെ നമ്മൾ ചേഞ്ച് പോയിന്റ് എന്ന് പറയുന്നു. സോ ഈ ഒരു പ്രൊസീജിയർ ഈ ബാക്കിയുള്ള സ്റ്റേഷൻസിലെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അറ്റ് ലാസ്റ്റ് വി ഹാവ് ഗോട്ട് ഓൾ ദ റെഡ്യൂസ്ഡ് ലെവൽസ്. എല്ലാ സ്റ്റേഷൻസിലെയും റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് കിട്ടും. ഓക്കെ, അറ്റ് ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ദ സമ്മേഷൻ ഓഫ് ബാക്ക് സൈറ്റ്, സമ്മേഷൻ ഓഫ് ഫോർ സൈറ്റ്, ദ ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ ആൻഡ് ദ ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി ചെക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതായത് സിഗ്മ ബി എസ് മൈനസ് സിഗ്മ എഫ് എസ് ഇസ് ഈക്വൽ ടു ദ ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ മൈനസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ. ആൻസർ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻസർ ഷുഡ് ബി ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആൻസർ. അങ്ങനെ വരുന്ന സമയത്ത് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് അവർ method or our procedure is correct and we have got the correct reduced levels. Okay, now let us see some questions. The first question, in case of reduction of levels by the height of instrument method, sigma bs minus sigma fs is equal to difference in levels of the first station and last station. Sigma reduced level plus intermediate site plus foresight minus first reduced level is equal to sigma height of instrument plus number of reduced levels, both A and B, neither A nor B, and the option is D. ഇതിലിപ്പോൾ ആൻസർ ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കറക്റ്റ് ഓപ്ഷൻസ് ചോദിക്കാം. അതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ടു നോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഓഫ് ദാറ്റ് പ്രൊസീജിയർ. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിൻ്റെ ഓരോ സ്റ്റെപ്പ്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ കിട്ടുന്നു, റെഡ്യൂസ് ലെവൽ എങ്ങനെ കിട്ടുന്നു, ഫോർ സൈഡ് റീഡിംഗ് എങ്ങനെ എടുക്കുന്നു, ബാക്ക് സൈഡ് റീഡിംഗ് എങ്ങനെ എടുക്കുന്നു, അങ്ങനെയുള്ള എല്ലാ പോയിൻറ്റ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. Now, the second question, pick up the correct statement from the following. The line of sight while observing the back sight and the foresight lie in the same horizontal plane. The staff reading are measurements made vertically downwards from the horizontal plane. The horizontal plane with reference to which
staff readings are taken coincides with the level surface through the telescope axis? All the above. The answer is all the above. ഈ ഒരു ബാക്ക് സൈഡ് റീഡിങ്, ഫോർ സൈഡ് റീഡിങ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഓരോന്നിൻ്റെയും ഡെഫിനിഷൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. ഓരോന്നും എങ്ങനെയാണ് ഓരോ മെത്തേഡിലും നമ്മൾ എടുക്കുന്നത് എന്നറിയണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ ഓൾ ദി ത്രീ A, B, C, all the three options are correct. Next question. The intercept of a staff is maximum if the staff is held truly normal to the line of sight. Is minimum if the staff is held truly normal to the line of sight. Decreases if the staff is tilted away from the normal. Increases if the staff is tilted towards the normal. The answer is the intercept of a staff is minimum if the staff is held truly normal to the line of sight. The next question. A staff reading on text X and Y from X stations are 1.755 meter and 2.850 meter, and from station Y on staff held at Y and X are 0.655 meter and 1.560 meter. If reduced level of X is 105.5 meter, then the reduced level of Y is. The answer is 104.5 meter. Now let us see how it comes. Solution. We know that reduced level of a point plus backside reading is equal to height of instrument. Height of instrument മെത്തേഡിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കിയതാണ്. അതായത് നമ്മളൊരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേഷനാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ബെഞ്ച് മാർക്ക് പോയിന്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് എലിവേഷൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് സൈറ്റ് ബാക്ക് സൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. സോ ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പോയിന്റ് എക്സ് ആണ് നമ്മളുടെ ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ എലിവേഷൻ. അതിൻ്റെ കൂടെ ബാക്ക് സൈഡ് റീഡിംഗ് അറ്റ് എക്സ് എടുക്കുമ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. അങ്ങനെ 107.255 എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, നൗ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് വൈ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്ന ഫോർ സൈഡ് റീഡിംഗ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 104.405 എന്നുള്ള ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഈ സൊല്യൂഷൻ. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇത്തരത്തിലുള്ള പ്രോബ്ലം വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിൻ്റെ ഓരോ വാല്യൂസും എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ഒരു പ്രോബ്ലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാല്യൂസ് മാറാൻ ചാൻസ് ഉണ്ട്. സോ നന്നായി പഠിക്കുക. എല്ലാ പ്രോബ്ലംസും തറോ ആയി സ്റ്റെപ്സ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.